സമ്പാദ്യത്തിൻ്റെ ഒഴുക്ക് ജീവിതത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അപ്പോൾ കുറേ സമ്പത്ത് കിട്ടിയോണ്ട് എന്ത് കാര്യം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ ഈ ഭൂമിയിൽ സമ്പത്ത് ആവശ്യമാണ്, ഇല്ലേ? സമ്പത്തില്ലാതെ ജീവിച്ച ആളുകളുമുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജീവിക്കണമെങ്കിൽ കടബാധ്യതയുടെ മുൾമുനയിൽ നിൽക്കുന്ന ആളുകൾ, പ്രഷർ കൊണ്ട് താങ്ങാൻ പറ്റാതെ നെട്ടോട്ടമോടുന്ന ആളുകൾ തുടങ്ങി എത്രയോ ആളുകളാണ് സാമ്പത്തിക ഞെരുക്കം കൊണ്ട് കഴിയുന്നവർ. അപ്പം അതിൽ നിന്നൊക്കെ രക്ഷ കിട്ടി, ഒരു മോചനം കിട്ടിയിട്ട് സമ്പത്തിൻ്റെ വഴി തടസ്സമില്ലാതെ നമ്മളിലേക്ക് തുറന്നു കിട്ടണം. കുറേ കോടികൾ സമ്പാദിക്കുക എന്നല്ല, മറിച്ച് എന്ത് ചെയ്യുക, നമുക്ക് ആവശ്യമുള്ളത് കൃത്യസമയത്ത് നമ്മളിലേക്ക് എത്തുന്ന രൂപത്തിൽ തടസ്സങ്ങളില്ലാതെ ആരുടെ മുമ്പിലും കൈ നീട്ടാതെ ഇസ്സത്ത് കൈവിടാതെ ജീവിക്കാൻ കഴിയണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാനൊരു 3 വഴികൾ പറഞ്ഞുതരാം. അതിലൊന്ന്, ഒരു പരിശുദ്ധമായ സൂറത്തുണ്ട്, ഒരു മഹത്തായ അസ്മാഉൽ ഹുസ്നയിലെ ഇസ്മുണ്ട്, ഒരു ദിക്റുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയുന്നത് തന്നെയാണ്, നമുക്ക് ചൊല്ലാൻ കേട്ടു പരിചയമുള്ളതാണ്. എന്നിരുന്നാലും ഈ തർത്തീബ്, ഞാൻ ഈ പറയുന്ന ക്രമപ്രകാരം ഒന്ന് ജീവിതത്തിൽ ഇൻഷാ അല്ലാഹ് പതിവാക്കാൻ ശ്രമിക്കുക. മഹത്തുക്കൾ പഠിപ്പിച്ച എന്ന മഹത്തായ ഒരു വഴി, നമുക്ക് സമ്പത്തിൻ്റെ പേരിൽ ഒരാളുടെ മുമ്പിലും ഇനി തലകുലിക്കേണ്ടി വരില്ല, ആരുടെ മുമ്പിലും കൈ നീട്ടേണ്ടി വരില്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സമ്പന്നരാക്കി, അല്ലെങ്കിൽ അള്ളാഹുവിന് പൊരുത്തപ്പെടുന്ന സമ്പത്ത് കൊണ്ട് അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ. വീഡിയോ മുഴുവനായി കേൾക്കുക. لكم تزدهي الحروف والجمال. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ, വന്നുപോയ ഭാഗങ്ങളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്യട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ, സന്തോഷമല്ലേ? ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് ഉസ്താദേ പല വിഷമങ്ങളുണ്ട്, നിങ്ങൾ ദുആ ഇറക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ആമീൻ പറഞ്ഞ് അള്ളാഹുവെ ദുആ ഇറക്കാൻ ഏൽപ്പിച്ച, ദുആ വസിയത്ത് ചെയ്ത പ്രിയപ്പെട്ട മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അവരുടെ എല്ലാ മുറാദുകളെയും നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കണേ അല്ലാഹ്. അവരുടെ ഹാജത്തുകളൊക്കെ നീ വീട്ടി കൊടുക്കണേ അല്ലാഹ്, വിഷമങ്ങളൊക്കെ തീർത്തു കൊടുക്കണേ അല്ലാഹ്. സാമ്പത്തിക, മാനസിക, ശാരീരിക മുഴുവൻ പ്രയാസങ്ങളിൽ നിന്നും അവരെയും ഞങ്ങളെയും നീ കരകയറ്റണേ അല്ലാഹ്. ആമീൻ പറഞ്ഞോ ഇൻഷാ അല്ലാഹ്. കാരണം വെച്ചാൽ ഈ ദുആ ഇറക്കുന്നവൻ എത്ര വലിയ പാപിയാണെന്ന് എനിക്കറിയാം. അപ്പോൾ കേൾക്കുന്ന ആൾ ഏതെങ്കിലും ഒരു സ്വാലിഹായ ഉമ്മയുടെ ഉപ്പയുടെ ആമീൻ അള്ളാഹു കബൂലാക്കിയിട്ട് നമ്മളോട് ദുആ ഇറക്കാൻ ഏൽപ്പിച്ച ആളുകൾക്ക് ഒരു ഇജാബത്ത് കിട്ടിയാൽ അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അള്ളാഹു അത്തരത്തിൽ നമ്മുടെ ഈ ദുആയിന് ഇജാബത്തുള്ള ദുആയാക്കി തരട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒരുപാട് ആളുകൾ വിളിച്ച് പരാതി പറഞ്ഞ വിഷയമാണ് സാമ്പത്തിക ഇടങ്ങിയർ. നമ്മുടെ ചാനലിൽ ഒരുപാട് വിഷയങ്ങൾ സാമ്പത്തികമായി മെച്ചമുണ്ടാകാനൊക്കെ നമ്മൾ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ട് പല ആളുകളും ജീവിതത്തിൽ പതിവാക്കി അവരുടെ ജീവിതത്തിലൊക്കെ വലിയ മാറ്റം വന്നത് നമ്മെ വിളിച്ചറിയിക്കാറുണ്ട്. പലരും പ്രശ്നപരിഹാരം തേടിയിട്ട് നമ്മൾ ചെയ്തു കൊടുത്ത അമലുക ചെയ്തു കൊടുത്ത് അവർ ആ ചെയ്യേണ്ട രൂപത്തിൽ, ഓതേണ്ട രൂപത്തിൽ, ചൊല്ലേണ്ട രൂപത്തിലൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അവർ എന്ത് ചെയ്ത് വിളിച്ച് സന്തോഷം അറിയിക്കാറുണ്ട്. അങ്ങനെ എത്ര നേട്ടങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിലനിർത്താനുള്ള ഭാഗ്യം നൽകട്ടെ ഇൻഷാ അല്ലാഹ്. സാമ്പത്തികമായി ഞെരുങ്ങുന്ന ആളുകൾ, സാമ്പത്തികമായി കഷ്ടപ്പെടുന്ന ആളുകൾ, ജോലിയില്ലാതെ വിഷമിക്കുന്ന ആളുകൾ, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, പലിശയ്ക്കെടുത്തിടങ്ങിയറായ ആളുകൾ ആരാണെങ്കിലും ശരി, ഇൻഷാ അല്ലാഹ് ജീവിതത്തിലേക്ക് സാമ്പത്തിക ഞെരുക്കമില്ലാതെ, സമ്പത്തിന് തടസ്സമില്ലാതെ, നമുക്ക് വരുന്ന വരുമാനങ്ങൾ മുടങ്ങിപ്പോകാതെ കൃത്യമായി നമ്മളുടെ കാര്യങ്ങൾ റാഹത്തായി കിട്ടാനും ആരുടെ മുമ്പിലും കൈ നീട്ടാതിരിക്കാനും ഒക്കെയുള്ള ഒരു അമൽ ഞാൻ പറഞ്ഞുതരാം. ഒരു 3 അമൽ, അതായത് 3 കാര്യങ്ങൾ. ഒന്ന്, ഒരു സൂറത്താണ്, പവിത്രമായ ഒരു സൂറത്ത്, നമുക്കറിയുന്ന സൂറത്താണ്. രണ്ടാമത്തത് ഒരു ദിക്റാണ്, അതും അറിയുന്ന ദിക്റാണ്. അതുപോലെ തന്നെ മൂന്നാമത്തത് അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട പവർഫുൾ ആയ ഒരു ഇസ്മ. ഇത് ചെയ്യേണ്ട രൂപവും ചൊല്ലേണ്ട സമയവും രൂപവും എണ്ണവും ഒക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. ഇത് കൃത്യമായി എന്ത് ചെയ്യുക, ജീവിതത്തിൽ ഒന്ന് പതിവാക്കാൻ ശ്രമിക്കുക. പിന്നെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളോട് പറഞ്ഞുതരാം. പല ആളുകളും വിളിച്ചിട്ട് ഉസ്താദ് ഞങ്ങൾ കുറേ ദിക്ർ ചൊല്ലി അല്ലെങ്കിൽ സ്വലാത്ത് ചൊല്ലി, ഇപ്പം കമൻറ്റുകളായൊക്കെ ഞങ്ങൾ കുറേ ചെയ്തു, നടക്കണില്ല എന്ന് സങ്കടം പറയുന്ന ആളുകളുണ്ടാവും. അങ്ങനെയുണ്ട്, എല്ലാവരും ഇപ്പം കിട്ടി എന്നല്ലോ പറയാം, കിട്ടിയില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അവർ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാവരും ശ്രദ്ധിക്കാൻ പറയണം. അതായത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ഖൽബിൻ്റെ ഇഖ്ലാസ് ആയിരിക്കും റബ്ബ് പരിഗണിക്കുക. നമ്മുടെ ഖൽബിൻ്റെ നിയത്ത്, അതായത് ഈ ആൾ ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ടാണോ അല്ലയോ എന്നുള്ളത് റബ്ബിനറിയാലോ. കിട്ടിയാൽ കിട്ടട്ടെ എന്നുള്ള രൂപത്തിലാണ് എങ്കിൽ അള്ളാഹു ചിലപ്പോൾ അത് തരൂല, അത് പെൻഡിങ്ങിൽ ഇട്ടേക്കും. അപ്പം ദുആ എന്നതിൻ്റെ ആ ദുആയുടെ കൂലി നമ്മൾ അക്ഷറിൽ കിട്ടും, ആഖിറത്തിൽ ചിലപ്പോൾ കിട്ടും. എന്നാൽ നമ്മൾ ദുനിയാവിൽ വെച്ച് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന പല സംഗതികളും അള്ളാഹു പെൻഡിങ്ങിൽ ഇടും. അത് ഇഖ്ലാസ് കുറവ് കൊണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ആത്മാർത്ഥമായി ഇത് മഹത്തുക്കൾ പഠിപ്പിച്ചതെന്നാണ്, അള്ളാഹു എനിക്ക് എൻ്റെ കാര്യങ്ങൾ നടപ്പാക്കി തരും എന്നുള്ള ആ ഉദ്ദേശത്തോട് കൂടിയിട്ട് ഇൻഷാ അല്ലാഹ് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായും ഫലം കിട്ടും. എത്രയോ ആളുകൾ അങ്ങനെ കിട്ടിയവർ നമ്മെ വിളിച്ച് സന്തോഷം അറിയിച്ചവരുണ്ട്. അള്ളാഹു നമുക്ക് നൽകട്ടെ. ഒന്നാമത്തെ കാര്യം സൂറത്തുൽ മുസമ്മിലാണ്. മുസമ്മിൽ സൂറത്ത്, യാ അയ്യുഹൽ മുസമ്മിൽ قم الليل إلا قليلا نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا. صدق الله العظيم. ഈ ഒരു സൂറത്ത് പൂർണ്ണമായിട്ട് സൂറത്തുൽ മുസമ്മിൽ 1.5 പേജ് എന്തോ ഉള്ളൂ. ആ ഒരു സൂറത്ത് മുടങ്ങാതെ ദിവസവും ഇശാ മഗ്രിബിനിടയിൽ എന്ത് ചെയ്യുക, ഒരു തവണയെങ്കിലും ഓതുക. 3 തവണ ഓതാൻ പഠിപ്പിക്കപ്പെട്ടതായി കാണാം. ഒരു തവണയെങ്കിലും കുറഞ്ഞത്
ഇശാ മഗ്രിബിനിടയിൽ സൂറത്തുൽ മുസമ്മിൽ അള്ളാഹുവെ സാമ്പത്തികമായ ഞെരുക്കങ്ങളിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അള്ളാഹ് എന്ന നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഓതുക. അള്ളാഹു സമ്പത്തിൻ്റെ വഴികൾ തുറന്നു തരും ഇൻഷാ അല്ലാഹ്. രണ്ടാമതായി കാണാം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. നമ്മൾ എത്രയോ കേട്ട ഒരു ദിക്റാണ് ഹൗഖലാ ദിക്ർ എന്ന് പറയും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഈ ഒരു ദിക്റും നമ്മൾ ഹദീസുകളിൽ കണ്ടതാണ്. മഹാന്മാരായ മുൻഗാമികളുടെ ജീവിതത്തിൽ എത്രയോ ഇത് ജീവിതത്തിൽ പതിവാക്കിയിരുന്ന ദിക്റാണ്. ഈ ദിക്റിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ആരെങ്കിലും ഒരാൾ ഈ ദിക്ർ ദിവസവും ഒരു 100 തവണയെങ്കിലും കുറഞ്ഞത് പതിവാക്കുകയാണെങ്കിൽ അയാളുടെ ജീവിതം തന്നെ മാറിപ്പോകുന്ന, ജീവിതം മാറും എന്ന് പറഞ്ഞാൽ ഇപ്പം അനുഭവിക്കുന്ന മുഴുവൻ കഷ്ടതകളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും നീങ്ങിയിട്ട് സന്തോഷമുള്ള, സമാധാനമുള്ള, സ്വസ്ഥതയുള്ള, സമ്പത്തുള്ള ജീവിതം അല്ലാഹു അവർക്ക് നൽകുന്ന ചൊല്ലിലാ ഹൗല ജീവിതം എപ്പോഴും സ്റ്റൈലാ. മഹാനായ തഴവോസ്താദ് പാടിയതുപോലെ ലാ ഹൗല ദിക്ർ കൈമുതലാക്കിയവൻ്റെ ജീവിതം തന്നെ സ്റ്റൈലായി മാറും. സ്റ്റൈലായി മാറുമെന്ന് വെച്ചാൽ ഇങ്ങനെ അടിച്ചുപൊളിച്ച് ജീവിക്കാനല്ല, മറിച്ച് എന്ത് ചെയ്യുക, അയാളുടെ ജീവിതം അയാൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ജീവിക്കാൻ എന്ത് ചെയ്യും, അതായത് മൂപ്പര് മനസ്സിൽ കണ്ട രൂപത്തിൽ പൊരുത്തത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു അവസരം അള്ളാഹു ഒരുക്കി കൊടുക്കുന്ന. ഈ രണ്ടും നമുക്കറിയുന്നതാണ്. ഏത് സൂറത്തുൽ മുസമ്മിൽ നമ്മൾ പലരും ഓതുന്നവരാണ്. ഒരുപാട് ആളുകൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രശ്ന പരിഹാരത്തിന് വിളിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ സൂറത്തുൽ മുസമ്മിൽ ഓതാൻ കൽപ്പിക്കാറുണ്ട്, പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് ഓതുന്ന സൂറത്താണ്, അൽഹംദുലില്ലാഹ്, സന്തോഷമാണ്. അപ്പം സ്ഥിരമായി ഓതേണ്ട സൂറത്തുകളിൽപ്പെട്ടതാണ് ഇത് സൂറത്തുൽ മുസമ്മിൽ. അതുപോലെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് 100 തവണ ചൊല്ലാൻ വലിയ സമയമൊന്നും എടുക്കൂല, ഏതെങ്കിലും ഒരു സമയത്ത് ചൊല്ലിയാൽ മതി കേട്ടോ. സൂറത്തുൽ മുസമ്മിൽ ഇശാ മഗ്രിബിനിടയിൽ ഓതാൻ ശ്രമിക്കുക. ഇനി ഒരു ഇസ്മും കൂടെ പറഞ്ഞുതരാം. അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അൽ ഗനിയു എന്ന ഇസ്മ. യാ ഗനിയു, യാ അള്ളാഹ്. യാ അള്ളാഹ് കൂട്ടിയോ കൂട്ടാതെയോ പറയാം. യാ ഗനിയു, അതാണ് ഇസ്മു. ഈ ഗനിയു എന്ന ഇസ്മ തന്നെ സമ്പന്നൻ എന്ന അർത്ഥം. ഗനിയു എന്ന് പറഞ്ഞാൽ സമ്പന്നൻ, സമ്പത്തുള്ളവൻ. അള്ളാഹുവിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഖജനാവിനുടമയാണ് അള്ളാഹു. അള്ളാഹുവിൻ്റെ ഖജനാവിൻ്റെ വലിപ്പം നമുക്കറിയില്ല. അള്ളാഹുവിൻ്റെ ഖജനാവിനെ പറ്റി വിശദീകരിക്കാൻ, ആ ഖജാനയെ സംബന്ധിച്ച് വിശദീകരിക്കാൻ നമുക്കൊരാൾക്കും കഴിയില്ല, പറഞ്ഞാൽ തീരൂല. അത്രയും വിശാലമായ ഖജനാവ് അള്ളാഹുവിനുണ്ട്. അപ്പോൾ അള്ളാഹുവാണ് ഏറ്റവും വലിയ സമ്പന്നൻ. ആർക്കൊക്കെ എന്തൊക്കെ കൊടുത്താലും തീരാത്തത്ര വിശാലത അള്ളാഹുവിൻ്റെ ഖജനാവിനുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഗനിയായ അള്ളാഹുവിനെ വിളിച്ചുകൊണ്ടുള്ള ഈ ഇസ്മു, യാ ഗനിയു എന്ന ഇസ്മു ജീവിതത്തിൻ്റെ ഭാഗമാക്കിയാൽ അള്ളാഹു അവൻ്റെ സമ്പത്തിൻ്റെ വഴികൾ നമുക്ക് തുറന്നു തരും ഇൻഷാ അല്ലാഹ്. അതിന് ചില അമലുകൾ മഹാന്മാർ പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ സമയമുള്ള ആളുകളാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരു നല്ല നിയ്യത്ത് വെച്ചിട്ട് കൽബിൽ ഒരു മുറാദ് വെച്ച് അള്ളാഹു എനിക്ക് എന്ത് ചെയ്യണം, സമ്പത്തിൻ്റെ വഴികൾ നീ തുറന്നു തരണേ അല്ലാഹ് എന്നാൽ നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് ഒരു ഒറ്റ ഇരുത്തത്തിൽ, അതായത് ഈ ചൊല്ലേണ്ടത് അതിനുവേണ്ടി മെനക്കിട്ടിരുന്ന് ചൊല്ലണം. ഒറ്റ ഇരുത്തത്തിൽ 12,000 തവണ യാ ഗനിയു എന്ന ഇസ്മു ചൊല്ലി തീർക്കണം. 12,000 തവണ. അതൊത്തിരി കൂടുതലല്ലേ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ തന്നെയാണ്, ഇല്ലേ? 12,000 തവണ ഈ ദിക്ർ ചൊല്ലുക എന്നുള്ളത് കൂടുതലാണ്. പക്ഷെ ഇത് ഫർള് ഐനൊന്നുമല്ല, ഫർള് കിഫായും അല്ല, വാജിബും അല്ല. എന്ത് ചെയ്യുക, നമുക്ക് വേണമെങ്കിൽ, നമ്മുടെ കാര്യം നടക്കണമെങ്കിൽ നമ്മൾ കഷ്ടപ്പെടാതെ കിട്ടൂലല്ലോ. നമ്മുടെ കാര്യം നടക്കാൻ നമ്മൾ കുറച്ച് അധ്വാനിക്കാതെ കിട്ടൂലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, അത്തരത്തിൽ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യുക, ഇരുന്നിട്ട് ഒരു ഒറ്റ മജ്‌ലിസിൽ ഇരുന്നുകൊണ്ട് ആരെയും മൈൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് ഇരുന്ന് എന്ത് ചെയ്യുക, ഒരു ഏകനായിട്ട് ഏകാന്തവാസം, അതായത് ഒറ്റയ്ക്ക് ഒരു റൂമിലൊക്കെയാണ് ഇരുന്നുകൊണ്ട് റാഹത്തോട് കൂടിയിട്ട് യാ ഗനിയു യാ ഗനിയു യാ ഗനിയു യാ ഗനി പെട്ടെന്ന് തീരും. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ചെല്ലുന്നതെങ്കിൽ 12,000 ഒക്കെ തീരുന്ന പെട്ടെന്ന് അറിയില്ല. അപ്പോൾ ആ ഒറ്റ ഇരുത്തത്തിൽ എന്ത് ചെയ്യുക, അതിന് വേണ്ടി തയ്യാറായിട്ടിരിക്കണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു സമ്പത്തിന് വഴി തുറന്നു ഉറപ്പായും കിട്ടും ഇൻഷാ അല്ലാഹ്, ഉറപ്പായും കിട്ടും. എൻ്റെ അടുത്ത് അനുഭവമുള്ള ഒരാൾ പറഞ്ഞ് എനിക്ക് അനുഭവമുണ്ട്. ഒരാൾ അത് കിട്ടി, അനുഭവമുള്ള ഒരു അനുഭവസ്ഥ എന്നോട് നേരിട്ട് പറഞ്ഞ അനുഭവം എനിക്കുണ്ട്. ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്. സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ, അതായത് ഈ ഒരു കടത്തിൻ്റെ പേരിൽ ഇടങ്ങേറായിട്ട് എൻ്റെ അടുത്ത് ഒരിക്കൽ ചോദിച്ചപ്പോൾ അന്ന് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു, ഇതായതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ പറഞ്ഞു എനിക്ക് ഒരു കഷ്ടപ്പാടില്ല സാർ, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അത് മുമ്പ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതായിരിക്കും എനിക്കറിയില്ല. എന്നോട് പിന്നീട് വിളിച്ചപ്പോൾ പറയുന്നത്, സാർ നിങ്ങൾ അന്ന് പറഞ്ഞത് ഞാൻ ചെയ്തിട്ട് അൽഹംദുലില്ലാ എൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാട് മുഴുവൻ മാറി. ഇപ്പോൾ സമ്പത്തിൻ്റെ വിഷയത്തിൽ എനിക്ക് ഒരു പ്രശ്നമോ ടെൻഷനും ഇല്ലെന്നാണ്. എനിക്ക് സമ്പത്തിൻ്റെ വിഷയത്തിൽ ഒരു ടെൻഷൻ, ഇത് പറയുന്നത് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതോ ഒരു കൊറോണ കഴിഞ്ഞ ഉടനെയുള്ള സമയത്താണെന്ന് തോന്നുന്നു, കുറച്ച് വർഷമായി എന്തായാലും. എനിക്ക് നേരിട്ടൊരു അനുഭവമുള്ള സംഗതി, അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ 12,000 തവണ ഒറ്റ ഇരുത്തത്തിൽ എന്ത് ചെയ്യാച്ചില്ല. അതുപോലെ തന്നെ മറ്റൊരു അമൽ പറഞ്ഞു തരുന്നത്, ഇത് പറഞ്ഞത് സമ്പത്ത് അധികരിക്കാനാണ്. ഇനി നമുക്ക് കഴിവ് ലഭിക്കാൻ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കഴിവ് ലഭിക്കാൻ ഇതേ ഇസ്മ തന്നെ യാ ഗനിയു എന്ന ഇസ്മ ഒരാഴ്ചക്കാലം, എല്ലാ ആഴ്ച, അതായത് ആഴ്ചയിലെ മൊത്തം ദിവസം എടുത്തിട്ട് മൊത്തത്തിലായിട്ട് 10,000 തവണ എന്ത് ചെയ്യാം, യാ ഗനിയു എന്നത്, അതായത് ഒരാഴ്ച കൊണ്ട് ചൊല്ലി തീർത്താൽ മതി 10,000 തവണ. അതിൽ ഈ മുദ്ദത്തി അശറത്ത സമയം എത്ര ആഴ്ച ചൊല്ലണം, അതുപോലെ 10 ആഴ്ചകൾ കണ്ടിന്യൂ ആയിട്ട് ചൊല്ലാം. അയാൾക്ക് ഒരു കാര്യത്തിനും പിന്നെ തടസ്സം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റുമോ ഇല്ലയോ, കഴിയും, എന്നെക്കൊണ്ട് സാധിക്കുമോ ഇല്ലയോ എന്നുള്ള ടെൻഷൻ ഉണ്ടാവില്ല. അത് ഉറപ്പായിട്ടും നടന്നു കിട്ടുമെന്നാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതും ചെയ്യാം. ഇനി മൂന്നാമത്തെ ഒരു സംഗതി, സാഅത്തി റിസ്ക് വിശാലമാകാം. നമുക്ക് അല്ലാഹു ഇപ്പോൾ നൽകിയ റിസ്ക് വിശാലമായി കിട്ടണം, റാഹത്തോട് കൂടിയിട്ട്. അത് എന്ത് ചെയ്യണം, വിശാലമായി കിട്ടുക എന്ന് വെച്ചാൽ അധികരിച്ച് കിട്ടുക എന്ന് തന്നെയാണ്, അല്ലേ? സമ്പത്താണെങ്കിലും അതുപോലെ സന്താനങ്ങളാണെങ്കിലും കുടുംബമാണെങ്കിലും അതുപോലെ നമ്മുടെ സ്ഥാനമാനങ്ങളാണ്, ഇതൊക്കെ എന്ത് ചെയ്യണം, അള്ളാഹു പൊരുത്തപ്പെടുന്ന രൂപത്തിൽ ബറക്കത്തുള്ളതായി കിട്ടണം എന്നാഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ ഈ പറയുന്ന ദിക്ർ ഒന്ന് പതിവാക്കിക്കോളൂ ഇൻഷാ അല്ലാഹ്. യാ കാഫി
യാ ഗനിയ്യു, യാ ഫത്താഹു, യാ റസാഖ്. അള്ളാഹുവിൻ്റെ 4 ഇസ്മുകൾ യാ കാഫി, യാ ഗനിയ്യു, യാ ഫത്താഹു, യാ റസാഖു. ഇത്രയും കൂടെ എന്ത് ചെയ്യാം 2385 തവണ. കിതാബിൽ അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ കണക്ക് തന്നെ പറഞ്ഞത്. ഇത് ടോട്ടലായിട്ട് മൊത്തത്തിൽ ചൊല്ലി തീർത്താൽ മതി. അത് ഇത്ര സമയം എന്നില്ല, ഇന്ന ദിവസം എന്നില്ല, അത് പറ്റുന്ന പോലെ ആ എണ്ണം ചൊല്ലി തീർത്താൽ മതി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ ഒന്ന് പതിവാക്കി നോക്കി ഉറപ്പായിട്ടും വലിയ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറന്നു പോകരുത്. കാരണം ഒരുപാട് ആളുകൾ സമ്പത്തിൻ്റെ പേരിൽ ഇടങ്ങേറാവുന്നവർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കാം. നമ്മുടെ കുടുംബത്തിലുണ്ട്, കൂട്ടുകാരിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുത്താൽ വലിയ റാഹത്തും സന്തോഷവും ലഭിക്കും ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തു വെക്കുക. ഇതുപോലെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങളിലേക്ക് എത്താൻ അത് ഉപകരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ദുആ വസിയത്തുകളൊക്കെ രേഖപ്പെടുത്തുക. നമ്മുടെ മജ്ലിസുകളിലൊക്കെ നിങ്ങൾക്ക് വേണ്ടി ദുആ ഇറക്കും. അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.